നമസ്കാരം. അർജന്റീനിയൻ ഫുട്ബോൾ താരമായ ലയണൽ മെസ്സിക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധകരുള്ളത് കേരളത്തിലായിരിക്കും. ഈ ആരാധന മുഖത്ത് ചിലർ സ്വന്തം മക്കൾക്ക് പോലും മെസ്സി എന്ന് പേരിട്ട ചരിത്രവും കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള മെസ്സിയും അർജന്റീനിയൻ ടീമുമാണ് നവംബർ 17-ാം തീയതി കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് നേരത്തെ വാർത്ത പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ലയണൽ മെസ്സിയും അർജന്റീനിയൻ ടീമും ഒന്നും തന്നെ നവംബർ 17-ന് കേരളത്തിലേക്ക് ഇല്ല. ഈ പരിപാടിയുടെ സ്പോൺസർ എന്നറിയപ്പെടുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ ചുമതലക്കാരനായ ആൻഡോ അഗസ്റ്റിൻ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഇത് ശരിക്കും എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ പലവട്ടം ചിന്തിക്കേണ്ടി വരും. ഏതായാലും ഈ സംഭവത്തോട് വെളിവാകുന്നത് വലിയൊരു തട്ടിപ്പിൻ്റെ ഭാഗമായിരുന്നോ ഈ മെസ്സിയുടെ വരവ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ലയണൽ മെസ്സി ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിന് തന്നെ ക്ഷണിച്ചതായിട്ടും താൻ കൊച്ചിയിൽ പോയി കളിക്കുമെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ലയണൽ മെസ്സിയുടെയൊക്കെ പ്രതിഫലം നമുക്കറിയാം. നമുക്ക് സങ്കല്പിക്കുന്നതിനും എത്രയോ ഇരട്ടി പ്രതിഫലം വാങ്ങുന്ന ആളാണ് ലയണൽ മെസ്സി. അവർക്ക് താമസിക്കാനുള്ള ഏറ്റവും വലിയ ഹോട്ടൽ സംവിധാനങ്ങൾ വേണം, സ്റ്റേഡിയം വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമേ അവരെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ അന്ന് മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉയർത്തിയ സമയത്തൊക്കെ തന്നെ ഞങ്ങളെല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്, അവരെല്ലാവരും ഇങ്ങ് എത്തും, കളിക്കും, ഒരു സംശയവുമില്ല എന്നുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് അന്നെല്ലാം ഈ സ്പോൺസർ നടത്തിക്കൊണ്ടിരുന്നത്. അതേ സ്പോൺസർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് വരില്ല എന്ന്. പണ്ടൊരു സിനിമയിൽ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നൊരു കഥാപാത്രം പ്രസംഗിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണിത്. നേരത്തെ പലതവണ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വന്നപ്പോഴെല്ലാം തന്നെ ലയണൽ മെസ്സി വരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പ് പറഞ്ഞ ആളാണ് ഇപ്പോൾ വാക്ക് മാറ്റി പറയുന്നത്. ലയണൽ മെസ്സി കളിക്കാൻ ഇന്ത്യയിൽ എത്തുമ്പോൾ അവിടെ സ്വാഭാവികം വരുന്നൊരു ചോദ്യമുണ്ട്, ലയണൽ മെസ്സി എവിടെ കളിക്കും എന്നുള്ളത്. കാരണം ലയണൽ മെസ്സിയൊക്കെ പോലെയുള്ള വമ്പന്മാരായ അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാർ വലിയ സ്റ്റേഡിയങ്ങളിൽ മാത്രമാണ് കളിക്കാറുള്ളത്. കേരളത്തിൽ അത്തരത്തിലുള്ളൊരു സ്റ്റേഡിയം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് അന്ന് സ്പോൺസർമാർ പറഞ്ഞിരുന്നത്. സർക്കാർ ഉടമസ്ഥയിലുള്ളതാണ് ഈ സ്റ്റേഡിയം. ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ, അതായത് GCDയുടെ വകയാണ് ഈ സ്റ്റേഡിയം. കോടികൾ മുടക്കിയാണ് മെസ്സിയുടെ വരവിന് വേണ്ടി ഈ സ്റ്റേഡിയം ഇപ്പോൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ തന്നെ വലിയതുള്ള കച്ചവടങ്ങൾ നടക്കുന്നു എന്ന് വ്യാപകമായ ആരോപണങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിലും ഇപ്പോൾ സത്യമുണ്ട് എന്ന് മനസ്സിലായി. നേരത്തെ ആപ്പിളിന് പകരം മാംഗോ ഫണ്ട് തരും എന്ന് പറഞ്ഞ് മലയാളികളെ മുഴുവൻ കബളിപ്പിച്ച ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന സംഘാടകർ എന്നുള്ളത് നേരത്തെ തന്നെ പല മാധ്യമങ്ങളും മറുനാടൻ മലയാളി ഉൾപ്പെടെ സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. മാത്രമല്ല, ഇപ്പോൾ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികൾ കൊച്ചിയിലെത്തിയിരുന്നു. അവരവിടെ സ്റ്റേഡിയം സന്ദർശിച്ചിരുന്നു. നമ്മുടെ കായിക മന്ത്രി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് ശേഷം അവർ മടങ്ങിയെത്തി. അർജന്റീനയിൽ ഒരു പ്രത്യേകതയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഭൂരിഭാഗവും കായിക രംഗത്തെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ നൽകുന്നവരാണ്. അങ്ങനെ അവിടെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു മാധ്യമം തന്നെ വെളിപ്പെടുത്തിയത് ലയണൽ മെസ്സി ഇന്ത്യയിൽ കളിക്കാൻ വരുന്നില്ല എന്നാണ്. ഇത് വളരെ നാളുകൾക്ക് മുമ്പാണ്. അന്നും ഈ സ്പോൺസർ സംഘവും പറഞ്ഞത് ഇതൊരു തെറ്റായ വാർത്തയാണ്, ഇവിടെ മെസ്സി വന്നിരിക്കും, എന്തായാലും മത്സരം നടന്നിരിക്കും, നവംബറിൽ തന്നെ മത്സരം നടക്കും, നവംബർ വിൻഡോയിലാണ് ആ മത്സരം ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ്. അർജന്റീനയിലെ ഏറ്റവും പ്രമുഖ മാധ്യമമായ ലാ നാസിയോൺ ആണ് ഇത് സംബന്ധിച്ച വാർത്ത കൊടുത്തത്. ഏറ്റവും വിശ്വാസ്യതയുള്ള അർജന്റീനയിലെ പത്രങ്ങളിലൊന്നാണ് ഇത്. അവരുടെ വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് പിന്നീട് ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി പ്രചരിച്ചത്. അപ്പോൾ അടുത്ത അളവുമായി സ്പോൺസർമാർ രംഗത്തെത്തുന്നു. മാർച്ചിൽ മെസ്സി കേരളം സന്ദർശിക്കുമെന്ന്. ഇത് ആരാണ് വിശ്വസിക്കാൻ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. കൂടാതെ മാത്രമല്ല, കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മറ്റു ചില പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ സമയത്ത് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മെസ്സിയെ ഫുട്ബോൾ മത്സരത്തിനായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് വലിയ തോതിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മെസ്സിയെ ഇവിടെ കൊണ്ടുവന്ന് മത്സരം നടത്തിക്കാൻ കഴിയുക എന്ന ചോദ്യത്തിനൊക്കെ തന്നെ ഇപ്പോൾ ഈ സ്പോൺസർമാർ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അർജന്റീനയിലെ ഫുട്ബോൾ അസോസിയേഷൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതൃപ്തി രേഖപ്പെടുത്തി എന്ന് തന്നെയാണ് പിന്നീട് പുറത്തു വന്ന വിവരം. മെസ്സി ഉൾപ്പെടെയുള്ള വമ്പന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരം നടത്താനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വിലയിരുത്തിയത് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ പോലും പറയുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ കായിക മന്ത്രിയും ഇതിൻ്റെ സ്പോൺസറും എല്ലാം വീണ്ടും ഉറപ്പിച്ച് പറയുകയായിരുന്നു, അതൊക്കെ വ്യാജ വാർത്തകളാണ്, മെസ്സി വരിക തന്നെ ചെയ്യും, ഇവിടെ മത്സരിക്കും എന്ന്. കേരളത്തിലെ ആരാധകരാണെങ്കിലോ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മെസ്സിയെ ഒന്ന് കാണാൻ, മെസ്സി പങ്കെടുക്കുന്ന മത്സരത്തിൽ കാണികളാനൊക്കെ തന്നെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള എത്രയോ പേരാണ് തീയതി എണ്ണി കാത്തിരുന്നത്. പക്ഷേ അവരെല്ലാവരും പറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സത്യം പുറത്തു വരുന്നത്. മെസ്സിയെ ഇവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല.
മാത്രമല്ല അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഇക്കുറി അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ് മത്സരത്തിനായി പോകുന്നത്. അവിടെ നിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് വരിക, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരിക, വളരെ ദീർഘദൂരമായ യാത്ര ഈ കളിക്കാരെ ക്ഷീണിതരാക്കുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇവർക്ക് തന്നെ മത്സരിക്കേണ്ടവരാണ്. ഇങ്ങനെ നിരന്തരമായി ഓരോ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്ത് അവർ കൂടുതൽ ക്ഷീണിതരാകുമ്പോൾ അവരെ സ്റ്റാമിന കുറഞ്ഞാൽ അത് ഫുട്ബോൾ മത്സരത്തെ ബാധിക്കും. കാരണം ലോകം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഫിഫ ലോകകപ്പ് എന്ന് പറയുന്നത്. അതിൽ പങ്കെടുക്കേണ്ടിയിരുന്ന താരങ്ങൾ കേരളത്തിൽ നടക്കുമെന്ന് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയ ഒരു പരിപാടി, അത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഒരു പരിപാടിക്ക് എങ്ങനെയാണ് അതിൻ്റെ അസോസിയേഷൻ അവരുടെ ടീമിനെ ഇവിടെ എത്തിക്കുക എന്നുള്ള ഒരു ചോദ്യവും അവിടെ അവശേഷിക്കും. നമ്മൾ നടത്തുന്നത് ഇവിടെ ഫിഫ ലോകകപ്പൊന്നും അല്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. ഒരു സംഘം ആളുകൾ വളരെ കൃത്യമായ പദ്ധതിയിട്ട് നടത്തിയ ഒരു തട്ടിപ്പ് നാടകം പോലെയാണ് ഇതിപ്പോൾ തോന്നുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ എല്ലാം ഒരു പുകമറയാണ് എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ആഴ്ചയും ഇവിടുത്തെ സ്പോൺസറും സംഘങ്ങളും നടത്തിയ, സർക്കാരുമായി നടത്തിയ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയിൽ നമ്മളൊക്കെ ദൃശ്യങ്ങൾ കണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥന്മാർ അവർക്കൊപ്പം ഇരുന്ന് ഭാവിയിൽ നടത്താൻ പോകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യം, നമ്മുടെ സംസ്ഥാന കായിക വകുപ്പ് അവർ ഇക്കാര്യമൊന്നും അന്വേഷിച്ചിരുന്നില്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ സ്പോൺസർ വന്ന് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടപാടെ അത് വിശ്വസിച്ചുകൊണ്ട് ഇതിന് എങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു എന്ന ചോദ്യത്തിനുമൊക്കെ തന്നെ നമ്മൾ സംശയിക്കേണ്ടത് ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നാടകം നടത്തുന്നതിന് കേരള സർക്കാരും ഒത്താശ ചെയ്ത് കൊടുത്തിരുന്നോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കാരണം ഇന്ത്യയിലേക്ക് വരുന്നത് ചില്ലറക്കാരനല്ല, ലയണൽ മെസ്സി എന്ന കോടികൾ വില വരുന്ന ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ കളിക്കാരനാണ്. അങ്ങനെയുള്ള ഒരാളിനെ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നിരന്തരമായി അത് കുറേ നാളുകളായി തന്നെ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ പരത്തുകയും കലൂർ സ്റ്റേഡിയം പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ സർക്കാരിൻ്റെ കൈകൾക്കും അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ സ്പോൺസർമാരായ ആൻഡോ അഗസ്റ്റിൻ സംഘവും കുറ്റപ്പെടുത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെയും ഫിഫയെയുമാണ്. എന്നാൽ ഇതിന് കൃത്യമായൊരു വിശദീകരണം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച വിശദീകരണം അവർക്ക് ആർക്കും തന്നെ നൽകാനും കഴിയുന്നില്ല. കേരള സർക്കാർ ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് സംഭവങ്ങൾക്ക് ഒപ്പം നിന്ന് വെട്ടിലായ നിരവധി സംഭവങ്ങൾ നേരത്തെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. അതുപോലെ ഒന്ന് തന്നെയാണ് ഈ മെസ്സിയുടെ വരവ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. ഇനി മെസ്സി മാർച്ച് മാസത്തിൽ വരും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനും കഴിയുകയില്ല. നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളിൽ മെസ്സിക്ക് മാർച്ച് മാസത്തിലൊന്നും കേരളത്തിൽ വന്ന് കളിക്കാനും കഴിയുകയില്ല. ഇത് വീണ്ടും ഞങ്ങൾ മാർച്ച് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്പോൺസർമാരും സംഘങ്ങളും ഇറങ്ങി വീണ്ടും അടുത്ത തട്ടിപ്പ് പരിപാടികൾ നടത്താനാണോ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയതെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം തുടക്കം മുതൽ തന്നെ ഇത് പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ മൊത്തത്തിൽ ദുരൂഹതയാണ്. കൃത്യമായ ഒരു കാര്യത്തിൽ ഇവർ മറുപടി പറയാറില്ലായിരുന്നു, കൃത്യമായ ഉത്തരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നില്ലായിരുന്നു. മെസ്സി വരും എന്നങ്ങ് തറപ്പിച്ച് പറയുന്നതായിരുന്നു ഇവരുടെ രീതി. മെസ്സിയെപ്പോലുള്ള വലിയൊരു കായിക താരം ഇന്ത്യയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് മിനിമം അർജന്റീനയിൽ നിന്നുള്ള ഇത്രയും വമ്പന്മാരടങ്ങുന്ന ഒരു ഫുട്ബോൾ ടീം കേരളത്തിൽ വരികയാണ് എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ കേരളം ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ചില പ്രതിനിധികളെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് അർജന്റീനിയൻ എംബസിയിലെത്തി ഇത് സംബന്ധിച്ച് ഒരു ഉറപ്പാക്കൽ നടത്താമായിരുന്നു, അവർക്ക് അവിടെ തിരക്കാമായിരുന്നു സത്യമാണ് ഈ വാർത്ത എന്നുള്ളത്. അതൊന്നും ചെയ്യാതെ നേരിട്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നടത്തിയ ഒരു ശ്രമത്തിന് കേരള സർക്കാരും കൂട്ടുനിന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് സ്വാഭാവികമായും ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും കഴിയുകയില്ല. ഏതായാലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ, പ്രത്യേകിച്ച് മെസ്സിയുടെ ആരാധകർ അങ്ങേയറ്റം നിരാശയിലാണ്. ഇതൊരു കൊടും ചതിയാണ് എന്ന് തന്നെയാണ് പൊതുവെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണുന്ന കമൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.